Hi guys, welcome back to the channel Smart Study with Tasween. Please do like, subscribe and share my channel. In this video, we are discussing NIOS English Chapter 1, The Crow and the Deer. So the chapter 1 is The Crow and the Deer. In a calm and serene forest, there existed a delightful friendship between a wise crow and a gentle deer. അപ്പോൾ ഒരു ഫോറസ്റ്റിൽ ഒരു ക്രോവും ഒരു ജെൻറ്റൽ ഡീറും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പായിരുന്നു. ഭയങ്കര നല്ലൊരു ഫ്രണ്ട്ഷിപ്പായിരുന്നു. Their companionship was an enduring as the ancient trees that surrounded them. However, amidst this harmonious grove, a cunning and relentless fox harbored a sinister desire to savor the plump and healthy deer as his delectable lunch. അപ്പോൾ അവിടെ ഒരു ഫോക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഫോക്സിന് എന്തായിരുന്നു വിചാരം? എങ്ങനെയെങ്കിലും ഈ ഡീറിനെ ഭക്ഷണമാക്കണം എന്നായിരുന്നു വിചാരം. To achieve this sinister goal, the fox hatched a crafty plan to gnaw down their trust. അപ്പോൾ അവരുടെ ട്രസ്റ്റിൽ, ദാറ്റ് ഈസ് ക്രോവും ഡീറും തമ്മിലുള്ള ട്രസ്റ്റിൽ കളിക്കാനായിരുന്നു ഫോക്സിൻ്റെ തീരുമാനം. This is a timeless story from the Hitopadisha, where friendship is tested. Deceit lurks in the shadows, and the bond between the crow and the deer is put to the ultimate test. അപ്പോൾ ഹിറ്റോപഡീഷ എന്നതിൽ നിന്ന് വന്ന ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ സ്റ്റോറി എങ്ങനെയാണ്, ഇവരുടെ ക്രോവും ഡീറും തമ്മിലുള്ള ആ ബോണ്ട് എങ്ങനെയാണ് ഒരു പരീക്ഷണമാക്കുക എന്ന് വന്ന സ്റ്റോറിയാണ് ദ ക്രോ ആൻഡ് ദ ഡിയർ. ഓക്കെ, നെക്സ്റ്റ് the section 1. In Magadha Desh, there was a vast forest known by the name Champavati. അപ്പോൾ ഒരു ഫോറസ്റ്റിൻ്റെ നെയിമായിരുന്നു മാഗധ ദേശിൽ ചമ്പവത്തി എന്നാണ് അതിൻ്റെ പേര്. And the forest there lived a crow and a deer together. അവിടെ ഒരു ക്രോവും ഒരു ഡീറും ഉണ്ടായിരുന്നു. Once a jackal saw the healthy, fleshy and plumpy deer roaming freely in the forest. അപ്പോൾ jackal means like fox ആണ്. അപ്പോൾ ഫോക്സ് എന്താ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഹെൽത്തി ആയിട്ടും നല്ല ഫ്ലഷി ആയിട്ടും നല്ല ശരീരപോഷമായിട്ടുള്ള ഒരു പ്ലംപി മീൻസ് ഫ്ലഷി തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ഒരു ഡീർ ആ ഫോറസ്റ്റിന് ചുറ്റും നടക്കുന്നുണ്ടായിരുന്നു. Tempted to have the deer for his meal, the jackal thought of winning his confidence first. അപ്പോൾ ഈ ഡീറിനെ ഭക്ഷണമായി കഴിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം ഡീറിൻ്റെ കോൺഫിഡൻസ്, ട്രസ്റ്റിനെ പിടിച്ചെടുക്കണം. അപ്പോൾ അതിന് എന്ത് ചെയ്യാമെന്നാണ് നമ്മുടെ ഫോക്സ് വിചാരിക്കുന്നത്. വിത്ത് ദിസ് ഐഡിയ ഹി വാൻ ടു ദ ഡീർ. അപ്പോൾ ഈ ഒരു ഐഡിയയും വെച്ചിട്ട് ഡീറിൻ്റെ അടുത്തേക്ക് പോയി. And said, "Dear friend, how are you?" The deer questioned in response as well, "Who are you?" അപ്പോൾ ഡിയർ ഫ്രണ്ട് നമ്മുടെ ഫോക്സ് ചോദിക്കുകയാണ്, എങ്ങനെയാണ്, ഹൗ ആർ യു, എങ്ങനെയുണ്ട് എന്നൊക്കെ നമ്മുടെ ആരോട് ചോദിക്കുകയാണ്? ഡിയറിനോട് ചോദിച്ചു. അപ്പോൾ ഡിയർ തിരിച്ചു ചോദിച്ചു, ആരാണ് നിങ്ങളെന്ന് ചോദിച്ചു. ദ ജാക്കൽ റിപ്ലൈഡ്, ഐ എം എ ജാക്കൽ നെയിംഡ് ക്ഷുദ്രബുദ്ധി. അപ്പോൾ എൻ്റെ പേര്, ഞാനൊരു ജാക്കലാണ്, എൻ്റെ പേര് ക്ഷുദ്രബുദ്ധി എന്നാണ് എന്ന് പറഞ്ഞു. All alone without any friend, I have spent my days in the forest like an inanimate object, but now having found a friend in you, and I am revived to live a life and wish to serve you in all the possible ways. അപ്പോൾ ഞാൻ ഇത്രയും ദിവസം ഈ ഫോറസ്റ്റിൽ ഒരു ഫ്രണ്ട്സും ഇല്ലാതെ ഇങ്ങനെ ഒറ്റയ്ക്ക് നടക്കുകയായിരുന്നു. ഇപ്പോൾ റിവൈവ്ഡ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇപ്പോൾ ലൈഫിനൊരു റിസ്റ്റോർമെൻറ്റ് കിട്ടിയിട്ടുണ്ട്, അങ്ങനെ ഒരു പുതിയൊരു ഫ്രണ്ടും ആയിട്ടാന്ന് പറഞ്ഞു. The deer said, "So be it." Thereafter, at sunset, they both went to the deer's residence. അങ്ങനെ ഡീർ പറഞ്ഞു, ആണോ ശരി. അപ്പോൾ ഇവർ രണ്ടുപേരും ആ ഒരു സൂര്യാസ്തമിക്കുന്ന സമയത്ത് ഇവർ ഡീറിൻ്റെ വീട്ടിലേക്ക് പോയി. Close to the place on the branch of a champak tree, there lived a crow called Subudhi. അപ്പോൾ അവിടെ ആ പ്ലേസിൻ്റെ അടുത്ത് ഒരു ചമ്പക് ട്രീൻ്റെ ബ്രാഞ്ചിൽ നമ്മുടെ സുബുദ്ധി ക്രോ ഉണ്ടായിരുന്നു. ആ ക്രോൻ്റെ പേരായിരുന്നു സുബുദ്ധി. പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ബുദ്ധിപരമായി തിങ്ക് ചെയ്യുന്നൊരു നെയിമാണ് വന്നിരിക്കുന്നത്. ഹി വാസ് എൻ ഓൾഡ് ഫ്രണ്ട് ഓഫ് ദ ഡീർ. അപ്പോൾ ഡീറിൻ്റെ ഓൾഡ് ഫ്രണ്ടാണ് നമ്മുടെ ക്രോ എന്ന് പറയുന്നത്. നല്ല ഇൻറ്റിമേറ്റ് ഫ്രണ്ടായിരുന്നു. സീയിങ് ദം ബോത്ത് ദ ക്രോ സെഡ്, "ഡിയർ ഫ്രണ്ട് ചിത്രാങ്, ഹൂ ഇസ് ദ അതർ വൺ അക്കംപനിങ് യു?" അപ്പോൾ ഇത് കണ്ടപ്പോൾ നമ്മുടെ ഫോക്സും കൂട്ടി വരുന്ന നമ്മുടെ ഡീറിനെ കണ്ടപ്പോൾ ഇത് ആരാണെന്ന് ചോദിച്ചു. The deer said, "It's jackal who wants our friendship." അപ്പോൾ അതൊരു ജാക്കലാണ്, അവൻ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് വേണം എന്ന് പറഞ്ഞു. The crow said, "Dear friend, it is not wise to have friendship with a stranger appearing all of a sudden from now here, as has been said." അപ്പോൾ ക്രോ പറഞ്ഞു, അത് നല്ലതൊന്നല്ല, പെട്ടെന്ന് സ്ട്രേഞ്ചറെ കണ്ട് അവരെ ഫ്രണ്ടാക്കുക പറഞ്ഞാൽ അത് നല്ലതല്ല എന്ന് പറഞ്ഞു. Don't shelter the one you are unfamiliar with, whose family and character, as the crime of a cunning cat caused the death of an innocent old vulture. അപ്പോൾ പറഞ്ഞു,
നമുക്ക് അവരുടെ ഫാമിലിയെക്കുറിച്ചും ഒരു അറിയാത്ത ആളിനെ നമ്മൾ ഫ്രണ്ടാക്കി എടുക്കേണ്ട കാര്യമില്ല. അതേമാതിരി ഇവിടെ താമസിക്കാൻ സ്ഥലവും കൊടുക്കേണ്ട ആവശ്യമില്ല. നിനക്കറിയാമല്ലോ, ഒരു ക്യാറ്റ്, കണ്ണിങ് ക്യാറ്റ് നമ്മുടെ വൾച്ചറിനെ കൊന്നത് അറിയാമല്ലോ എന്ന് ചോദിക്കുകയാണ്. ഇനി ബാക്കി ലെറ്റസ് അണ്ടർസ്റ്റാൻഡ് ഈ സെയിം നമ്മൾ പറഞ്ഞ പോർഷൻ്റെ ചുരുക്കിയൊരു സമ്മറി കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, നെക്സ്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ട് ഇൻ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ലെറ്റ്സ് സീ ദ ക്വസ്റ്റ്യൻസ്. വാട്ട് വാസ് ദ നെയിം ഓഫ് ദ ഫോറസ്റ്റ് ഇൻ മഗ്ദാദേശ് വേർ ദ സ്റ്റോറി ടേക്ക് പ്ലേസ്? എന്താണ് ഫോറസ്റ്റിൻ്റെ പേര്? ചിത്രാങ്കാണോ, ചമ്പാവത്തിയാണോ, ക്ഷുദ്രബുദ്ധിയാണോ, സുബുദ്ധിയാണോ? എന്താണ് അതിൻ്റെ പേര്? ആൻസർ ഇസ് ചമ്പാവത്തി. ഓക്കെ, അടുത്ത് ഹു വർ ദ ടു എനിമൽസ് ഇൻ ഫാസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് ഇൻ ദ ഫോറസ്റ്റ്? ഫ്രണ്ട്ഷിപ്പായ ഫോറസ്റ്റിൻ്റെ ഉള്ള പേര് ഏതൊക്കെയാണ്? ക്രോ ആൻഡ് കാറ്റ് ആണോ, ഡീർ ആൻഡ് ജാക്കൽ ആണോ, ഡീ ആൻഡ് ക്രോ ആണോ, ജാക്കൽ ആൻഡ് ക്രോ ആണോ? ആൻസർ ഇസ് ഡീർ ആൻഡ് ജാക്കൽ. ഓക്കെ, ഫാസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് ആയതാണ് കേട്ടോ, പെട്ടെന്ന് ഫ്രണ്ട്ഷിപ്പ് ആയതാണ്. തേർഡ് വൺ, വാട്ട് ഡിഡ് ദ ജാക്കൽ ക്ഷുദ്രബുദ്ധി ഇനീഷ്യലി വോണ്ട് ഫ്രം ദ ഡിയർ? അപ്പോൾ ജാക്കലിന് എന്തായിരുന്നു വേണ്ടത്? ടു ചാലഞ്ച് ഹിം ഇൻ ടു എ റേസ്, ടു ഷെയർ എ മീൽ, ടു ബിക്കം ഫ്രണ്ട്സ്, ടു സ്റ്റീൽ ഹിസ് ഫുഡ്. എന്താണ് അവൻ്റെ? ടു സ്റ്റീൽ ഹിസ് ഫുഡ്. എന്താണ്? ടു ബിക്കം ഫ്രണ്ട്സ്. Fourth one, what warning did the crow Shubuddhi give to the deer about the jackal? എന്ത് വാർണിംഗ് ആണ് കൊടുത്തത്? Jackal is a trustworthy friend. Don't trust the jackal as he is a stranger. Jackal is a skilled hunter. Jackal is generous and kind. എന്താണ് ആൻസർ? Don't trust the jackal as he is a stranger. Fifth one, how did the deer react to the crow's advice? He desired to befriend the jackal. He thanked the crow for the warning. He ignored the crow's advice. He asked the crow to join their friendship. എന്താണ്? He ignored the crow's advice. Crow's advice ignore ചെയ്തു. Okay. Next, move to the next section. Next 1.22. Sorry, 1.2. Section 2. At this deer, the jackal questioned with curiosity. How does the tale go about? The crow told the tale, which goes the following way. അപ്പോൾ അങ്ങനെ ആ കഥ പറയാണ്. ദ ടെയിൽ ഓഫ് ആൻ ഇന്നസെൻറ്റ് ഓൾഡ് വൾച്ചർ ആൻഡ് എ കണ്ണിങ് കാറ്റ്സിൻ്റെ കുറിച്ചുള്ള കഥ പറയാണ് കേട്ടോ. On the bank of the Ganges, there was a high, hilly peak called Ghridakota, on which there was a giant fig tree. അപ്പോൾ ഈ ഘൃതകൂട്ട പറഞ്ഞ സാൻസ്ക്രിറ്റിൽ വോൾച്ചറിൻ്റെ സ്ഥലമാണ്. അവിടെ ഒരു ഫിഗ് ട്രീ ഉണ്ടായിരുന്നു. ഇൻ ഇറ്റ്സ് ഹോളോ ദർ ഡ്വെൽറ്റ് എ വൾച്ചർ നെയിം ജർഗ്വേവ്. അപ്പോൾ അവിടെ ഒരു വൾച്ചറിന് ഉണ്ടായിരുന്നു. അവിടെ ഓൾഡ് ആൻഡ് വോൺ ഔട്ടാണ് ജർഗ്വേവ് പറയുന്നത്. അപ്പോൾ ഭയങ്കര ഒരു വയസ്സായ ഒരു വൾച്ചർ ഉണ്ടായിരുന്നു. ഹു ബൈ സം മിസ്ഫോർച്യൂൺ ഹാഡ് ലോസ് ഹിസ് ഐസ് ആൻഡ് ടാലൻസ്. അപ്പോൾ അതിൻ്റെ കണ്ണൊക്കെ നഷ്ടപ്പെട്ട ഒരു വൾച്ചറായിരുന്നു. Taking pity on him, the other birds who were living in the same tree used to give him small shares from their meals for his survival. അപ്പോൾ വൾച്ചറിന് കണ്ടിട്ട് സങ്കടം തോന്നിയ ആ ട്രീയിലുള്ള ബാക്കിയുള്ള ബേർഡ്സൊക്കെ ഇതിനെ ഫുഡും ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. Once it happened that a cat named Drigakarna reached there with the intention of eating the nestlings. അവിടെ ഒരു ക്യാറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ദ്രിഗകർണ പറഞ്ഞാൽ നല്ല വലിപ്പമുള്ളൊരു ക്യാറ്റ് ഉണ്ടായിരുന്നു. സാൻസ്ക്രിറ്റിൽ ദ്രിഗകർണ പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് ഇയേഴ്സാണ് വന്നിട്ടുണ്ടായിരുന്നു. അവിടെ വന്നിട്ട് എന്തിനാണ്? So seeing the cat, the nestlings got scared and started creating clamor. അപ്പോൾ നെസ്ലിങ്സ് പറഞ്ഞു കഴിഞ്ഞാൽ അതിലുള്ള കുട്ടികളൊക്കെ ഈ കാറ്റിനെ കണ്ടപ്പോൾ ഭയങ്കര ഒച്ച വിളിക്കി തുടങ്ങി. ഹിയറിങ് ദ ക്ലാമർ, ദ വൾച്ചർ demanded, who is coming here? അപ്പോൾ ഈ സൗണ്ട് കേട്ടപ്പോൾ വൾച്ചർ ചോദിച്ചു, ഇതാരാ വരുന്നത്? The moment the cat saw the vulture, he got horrified and said to himself, alas, it seems my life is over now. അപ്പം ഈ കാറ്റിനെ കണ്ടപ്പോൾ വൾച്ചറിനെ കണ്ടപ്പോൾ കാറ്റിനെ ഭയങ്കര പേടിയായി. അപ്പോൾ കാറ്റ് പറഞ്ഞു, അയ്യോ ഇനി എൻ്റെ ജീവിതം മൊത്തം കുളം ആവുമല്ലോ, മീൻസ് ഞാൻ പെട്ടുമല്ലോ എന്ന് വിചാരിച്ചു. One should ever fear till it is not near. Once near, one should prudently face the fear. അപ്പോൾ എൻ്റെ അടുത്ത് വരുന്നവരെ എനിക്കൊരു പേടിയുമില്ല, ഇനി വന്നാൽ തന്നെ ഞാൻ ഫേസ് ചെയ്യും എന്ന് പറഞ്ഞ് കാറ്റ് ഇറങ്ങി. Since it is impossible to flee from the vulture now, let things take their own course. I will approach him and try to win his confidence by all means. അപ്പോൾ ഇപ്പോൾ പെട്ടെന്ന് വൾച്ചറിൻ്റെ മുന്നിൽ കൂടെ ഓടിക്കഴിഞ്ഞാൽ പെടും. അപ്പോൾ അതിനെക്കാട്ടി എന്താണ് വൾച്ചറിൻ്റെ ട്രസ്റ്റ് പിടിച്ച് പറ്റാമെന്ന് തീരുമാനിച്ചു നമ്മുടെ ക്യാറ്റ്. With this thought, he went closer to vulture and said, dear sir, I salute you. അപ്പോൾ ഇതിങ്ങനെ വിചാരിച്ചുകൊണ്ട് വൾച്ചറിൻ്റെ അടുത്ത് പോയിട്ട് dear sir എന്ന് പറഞ്ഞു. The vulture asked, who are you? ഇപ്പോൾ ചോദിച്ചു, ആരാണ്? The cat ചോദിച്ചു, I am a cat.
Vulture hollered at him, "Get lost, else I will kill you." അപ്പോൾ പറഞ്ഞു, അത് കേട്ട ഉടനെ പറഞ്ഞു, "വൾച്ചർ പുറത്ത് പോയിക്കോ, അല്ലെങ്കിൽ ഞാൻ നിന്നെ കൊല്ലും" പറഞ്ഞു. The cat requested, "Please listen to me first and then kill me if you find me killing worth." ആദ്യം എന്നെ കേൾക്കൂ, എന്നിട്ട് നിങ്ങൾക്ക് എന്നെ കൊല്ലണം തോന്നിയെങ്കിൽ കൊന്നോളൂ എന്ന് പറഞ്ഞു. Does one deserve killing or welcoming merely on the basis of race? അപ്പോൾ റേസിൻ്റെ കാര്യത്തിൽ എന്നെ ഇങ്ങനെ കൊല്ലാനാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? This is the conduct of the person also claim a significant place. അപ്പം ഞാനിപ്പം ചിലപ്പോൾ നല്ലവനാണ്, അത് നിങ്ങൾ വിചാരിക്കുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. Second questions. First one, what had Jeremy the vulture lost due to misfortune? His eyes and beak, his wings and his talons and eyes, his feather and beak. Answer is his talons and eyes. Second one, why did the other birds on the tree give the vulture some shares of their meals? എന്തുകൊണ്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്? Because they were related to him, because they were friends, out of pity for his condition, to keep him away from their food. Answer, out of pity for his condition. Then third one, why did the cat Dirghakarna approached the vulture Jardi to challenge him to fight, to share a meal, to ask for directions, to eat the vulture's nestlings? Answer is to eat the vulture's nestlings. Fourth one, how did the vulture initially react when he saw the cat? He welcomed the cat, he asked the cat to leave, he invited the cat for a meal, he shared his food with the cat. Answer, he asked the cat to leave. Fifth one, what lesson does the can consider when faced with the vulture? One should fight fearlessly, one should be brave no matter the cost, one should face fear prudently when it is near, one should never trust a predation. Answer is, one should face fear prudently when it is near. Next is section 3. Hearing this, vulture said, "Speak up, what brings you here?" The cat said, "I bath every day in the gangs, take no flesh to eat, practice celibacy, and observe Chandrayaan rites." അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടേക്ക് വന്നിരിക്കുന്നത് ചോദിച്ചു. ആര്? നമ്മുടെ വൾച്ചർ ചോദിച്ചു. അപ്പോൾ ക്യാറ്റ് എന്ത് പറഞ്ഞു? "ഐ ബാത്ത് എവറി ഡേ, എന്തെന്നാൽ ഞാൻ എല്ലാ ദിവസവും കുളിക്കും." അപ്പോൾ പ്രാക്ടീസ് സെലിബസി, സ്റ്റേറ്റ് ഓഫ് ബീയിങ് അൺമാരിഡ്, കല്യാണം കഴിക്കാത്ത ഒരു പ്രാക്ടീസിങ് ആയിരുന്നു. ആൻഡ് ഒബ്സർവ് ചന്ദ്രയാൻ ഡ്രഗ്സ്, ഒരു ഇന്ത്യൻ റിച്വലാണ്, ഫാസ്റ്റിംഗ് ചെയ്യുന്ന ഒരു ഇന്ത്യൻ റിച്വലാണ്. But he further added, "All the birds speak high of you as devoted to dharma and knowledge, besides being a trustworthy fellow." അപ്പോൾ എല്ലാ ബേർഡ്സും നിങ്ങളെക്കുറിച്ച് നന്നായി സംസാരിക്കുമായിരുന്നു, നിങ്ങളുടെ ആ ധർമ്മേനെക്കുറിച്ചും നിങ്ങൾ ചെയ്യുന്ന നല്ല കാര്യത്തിനെക്കുറിച്ച് കുറേ സംസാരിക്കുമായിരുന്നു. "Since you are a veteran in age and knowledge," നിങ്ങൾ ഒരുപാട് വെറ്റേറിയൻ മീൻസ് എക്സ്പീരിയൻസ് ആയ ഒരാളാണ്, നോളേജിലും അതേമാതിരി വയസ്സിലും. "ഐ ഹാവ് കം ടു ഹിയർ ഫ്രം യുവർ റൈറ്റ്നസ്നെസ്." അപ്പം ഞാൻ അതറിയാൻ വേണ്ടി വന്നതാണ്. "But you are such a righteous person that you are all ready to kill me. The one who is your guest will writers of household has been described as." അപ്പോൾ നിങ്ങൾ വന്ന ഉടനെ ഒരു ഗസ്റ്റിനെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പക്ഷെ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് വെച്ചാൽ, "As trees do not deny shade and shelter to those one who come to cut them down, the householder should welcome even the foes visiting without letting them down." അപ്പോൾ ട്രീസ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ഷെയ്ഡും ഷെൽട്ടറും തരികയാണല്ലേ. അപ്പോൾ ട്രീസും ഷെയ്ഡും ഷെൽട്ടറും നമുക്ക് ഒരിക്കലും ഡിനൈ ചെയ്തില്ല, നമ്മളെ കട്ട് ചെയ്യുന്നവരെ നമ്മൾക്ക് അവർ ഡിനൈ ചെയ്യാത്ത ആൾക്കാരാണ്. അതുപോലെയാണ് ഗസ്റ്റിന് നമ്മൾ ചെയ്യേണ്ടതെന്നാണ് നമ്മുടെ കാറ്റ് പറയുന്നത്. "The absence of material means the guest should be greeted with courteous words since." അപ്പോൾ ഗസ്റ്റിന് നല്ല രീതിയിൽ വേണം പെരുമാറാൻ. "Straw, mat, floor, water and courteous words are the 4 things easily available in all the household to greet the guest visiting." അപ്പോൾ ഗസ്റ്റ് വന്ന ഉടനെ എന്ത് ചെയ്യണം? നമ്മൾ വെള്ളം കൊടുക്കണം, അതേമാതിരി ഇരുത്തണം, മാറ്റിലിരുത്തണം, അവരെ ആ ഒരു 4 രീതിയിൽ നമ്മൾ എന്തായാലും ചെയ്യണം, ബിക്കോസ് അതൊക്കെ ഹൗസിലുള്ള വിഷയമാണ്. Besides, the virtuous don't deny extending their compassion even to the virtuous, as the moon doesn't dim its light over the house of an outcast in distress. അപ്പോൾ ഇതൊന്നും കമ്പാഷൻ മീൻസ് കൺസേൺ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതൊന്നും ഒരിക്കലും നമ്മൾ ഡിനൈ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. "Moreover, the guests returning ungreeted from your door exchange the essence for your virtues, take it." അപ്പോൾ ഗ്രീറ്റിംഗ് ചെയ്തില്ലെങ്കിലോ ഗസ്റ്റിനെ അവരെന്താണ് നല്ല രീതിയിലായിരിക്കില്ല തിരിച്ചപ്പോൾ ഉണ്ടാവുക.
Furthermore, the law was born arrival as guests as the highest born household must be greeted with due honor. Furthermore, the lawless born's arrival as a guest as the highest born household must be greeted with due honor since guests are God's manifold. അപ്പോൾ ഗസ്റ്റ് എന്ന് പറയുന്ന ഗോഡിൻ്റെ വരദാനമാണ്, അതുകൊണ്ട് അവരെ അതുപോലെ തന്നെ ട്രീറ്റ് ചെയ്യണം എന്നാണ് നമ്മുടെ കാറ്റ് പറയുന്നത്. Hearing all this, the vulture uttered, I said, so because nestlings live here and cats love meat. അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് പറഞ്ഞത് വെച്ച് കഴിഞ്ഞാൽ നെസ്ലിങ്സ് എൻ്റെ കുട്ടികൾ ഇവിടെയാണ് വളരുന്നത്, അല്ലെങ്കിൽ വൾച്ചറിൻ്റെ കുട്ടികൾ ഇവിടെയാണ് വളരുന്നത്. കാറ്റിനാണെങ്കിൽ അത് ഇഷ്ടമാണ്, മീൻസ് അവരെ കഴിക്കാൻ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. At this the cat with a pretense of piety immediately bowed down to touch the ground and then his ears only to say, having listened to the holy scriptures and given up all sorts of passion, I have taken vow to follow the Chandrayaan path. അപ്പം ഞാനിപ്പോൾ വ്രതത്തിലാണ്, അപ്പം ഞാനൊന്നും ചെയ്യില്ല, ആ ഒരു രീതിയിലാണ് നമ്മുടെ കാറ്റ് പറയുന്നത്. ഡിസ്പൈറ്റ് ഹാവിങ് മെനി ഡിസഗ്രിമെൻറ്റ്സ് അമോങ് ദംസെൽസ് ഓൾ ഹോളി സ്ക്രിപ്റ്റേഴ്സ് അൺഅനിമസ്ലി കൺസെൻറ്റ് ടു ദ വ്യൂ ദാറ്റ് നോൺ വയലൻസ് ഇസ് എ സുപ്രീം ആക്ട് ഓഫ് റൈറ്റേഴ്സ് ആസ് എ സ്റ്റേറ്റ്. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞ് അവർ ഒപ്പോസിഷൻ ഇല്ലാതെ അവർ നിലനിർത്തി കൊണ്ടുവന്നു, ആരും കാറ്റും വൾച്ചറും. Marked by non-violence, tolerance, and lending a helping hand, such are the people who live for divine and heavenly lands. Dharma is the only friend accompanying soul post-death. All else on this earth decays for fear with the body death. Behold the contrast among creatures' plight. One feeds on flesh, the other loses life's light. That I must die is a worry that causes sorrow, that none else in the world by inference can follow. But listen to this as well. When a hungry stomach can be sated with self-grown greens and vegetables, who would commit such a grave sin as killing that is indispensable? അപ്പോൾ ഒരു വിശക്കുന്ന മനുഷ്യന് വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് കൊടുത്താൽ പിന്നെ എന്തിനാ ഇങ്ങനെ മറ്റുള്ളവരെ കൊല്ലേണ്ട ആവശ്യം വരുന്നത് എന്നാണ് പറയുന്നത്. പിന്നെ എന്തിനാണ് അതിന് നെസസറി? Thus, having won the confidence of the vulture, the cat started straying into the trees hollows. അങ്ങനെ വൾച്ചറിന് ട്രസ്റ്റ് പിടിച്ചു പറ്റി കാറ്റ് അവിടെ താമസിക്കാൻ തുടങ്ങി. After a few days had passed, the cat began to catch the young birds and brought them to the hollow daily to meet. അങ്ങനെ അവിടെയുള്ള യങ് ബേർഡ്സിനൊക്കെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവിടുത്തെയുള്ള യങ് ബേർഡ്സിനൊക്കെ പിടിച്ചിട്ട് വന്ന് കഴിക്കാൻ തുടങ്ങി. The birds whose young ones had been devoured lamented in sorrow searching for them here and there. ബേർഡ്സ് ബാക്കി വലിയ ബേർഡ്സൊക്കെ എവിടെയാണ് ഈ കുഞ്ഞുങ്ങൾ പറഞ്ഞാൽ തേടി സങ്കടപ്പെടാൻ തുടങ്ങി. Upon knowing this, the cat left the hollow and fled. അതറിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, അവിടെ നിന്ന് വിട്ട് വേറെ എവിടെ പോയി, കാറ്റ് പോയി. In between, the distressed birds found the bones of their chicks inside the hollow of the tree. അപ്പോൾ ഇത് കണ്ടപ്പോൾ എന്താണ്, ഒരു ദിവസം ഇങ്ങനെ ബേർഡ്സ് നോക്കുമ്പോൾ ഈ കുട്ടികളുടെ കഷ്ണങ്ങൾ, എല്ലിൻ്റെ കഷ്ണങ്ങളൊക്കെ ഈ ട്രീൻ്റെ ഹോളോയിൽ ഇരിക്കുന്ന കണ്ടു. Then they said, this wicked vulture has eaten our young ones. After a decision take unanimously, all the birds killed the whole vulture. അപ്പോൾ ഈ വൾച്ചറാണ് ഈ കുട്ടികളൊക്കെ കഴിച്ചെന്ന് അറിഞ്ഞുകൊണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് എന്ത് ചെയ്തു, ഈ വൾച്ചറെ എല്ലാവരും കൊന്നു, ഈ ഓൾഡ് വൾച്ചറെ കൊന്നു. പക്ഷെ ശരിക്കും ചെയ്ത ആരാണ്? കാറ്റാണ്. കാറ്റ് അത് ചെയ്തും കൊണ്ട് അവിടുന്ന് സ്ഥലം കാലിയാക്കി. അതിൻ്റെ എക്സസൈസ്. What did the cat claim to do as part of his daily routine? Bath in the Ganges, eat flesh, practice celibacy, practice violence. Answer: practice celibacy. Next, second one. What reason does the cat give for coming to the vulture? To ask for directions, to learn about writers and dharma, to challenge the vulture to a fight, to warn about a danger. Answer: to learn about writers and dharma. Third one, how did the vulture respond when the cat quoted scriptures and ethics regarding hospitality? He welcomed the cat, he killed the cat, he explained his initial suspicion, he asked the cat to leave. Answer: he explained his initial suspicion. Fourth one, what argument does the cat use to convince the vulture of its harmlessness? He claims to be a vegetarian, he promised to leave immediately, he says he loves all birds, he offers to protect the nestlings. Answer: he claims to be a vegetarian. How did the other birds react when they discovered the bones of their missing chicks in the vulture's hollow? They thanked the vulture for taking care of their chicks. They blamed the cat for the missing cheese. They killed the vulture in anger. They forgave the vulture for the loss. Answer is: they killed the vulture in anger. Next is section 4.
Thank you everyone for watching the video. We'll be discussing the remaining part of the chapter in the next video.